ഒരു കുട്ടിയായി കഴിഞ്ഞ് പിന്നെ എന്തോന്ന് താലി? അർജുന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ വിളിപ്പോ, അല്ലേ മോളെ? ഈ കുഞ്ഞൊന്നുണ്ടായിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ. ചെല്ലു മോളെ, മോള് ചെന്ന് റെസ്റ്റ് എടുക്ക. നമ്മൾ ഈ കാണിക്കുന്ന അടവാണോ എന്ന് സംശയമുണ്ടോക്ക്? സംശയത്തിനിടം കൊടുക്കരുത് മുത്തശ്ശ. ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് വരേക്കും അവൾക്കൊരു സംശയവും തോന്നരുത്. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലണം നമുക്കവളെ. പറഞ്ഞ പോലെ മൈനെ ഞാൻ വീട്ടിലെത്തിച്ചു. ഒരു സംശയം തോന്നിയിട്ടില്ല അവൾക്ക്. ഞാൻ പുതിയൊരു മനുഷ്യനാണെന്ന് തോന്നലുണ്ടാക്കിച്ചു. ഇനി പറ, എന്ത് വേണം? ഈ കച്ചവടത്തില് നിനക്കെത്ര എനിക്കെത്ര എന്ന ചിന്ത വേണ്ട. നമുക്കെത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വരുന്ന ഏജന്റിനോട് ലക്ഷങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാം. അതിനിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കുറവേ കാണുന്നുള്ളൂ. അതെന്താ? ഗർഭം. അവളുടെ വയറ്റിൽ വിടർന്ന കുഞ്ഞ് ഒരു തടസ്സ. അത് നീ കിട്ടാൻ എന്താ ഒരു വഴി? വയറും വീർപ്പിച്ച് ചെന്നാലേ മാർക്കറ്റ് കുറയും. ആരും തൊടാത്ത പെണ്ണാണെന്ന് വിശ്വസിപ്പിച്ച പറയുന്ന തൊട്ടെറിഞ്ഞു തരും സേട്ടുമാര്. എന്തു ചെയ്യാം? ഒരു അബോഷനൊന്നും അവൾ സമ്മതിക്കില്ല, അതുറപ്പാ. ഒന്ന് ശ്രമിച്ചു നോക്ക അർജുന. ഒന്നും ശ്രമിച്ചു നോക്കാതെ ഉപേക്ഷിക്കരുത്. എന്തായാലും നിന്റെ കുട്ടിയല്ല. അപ്പോ അതിനെ വേണ്ട, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ നടക്കും. എനിക്ക് വിശ്വാസമില്ല. കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞ അതൊരു ചതിയായിട്ട് അവൾ വിചാരിക്കും. അപ്പൊ പിന്നെ ഒറ്റ വഴിയുള്ളൂ. സ്വാഭാവികമായ ഒരു അബോർഷൻ നടക്കണം. മനസ്സിലായോ? ആയി. ഏതെങ്കിലും വിധത്തില് നമ്മളത് നടത്തിയെടുക്കണം, അല്ലേ? യെസ്. അവൾ അറിയാതെ ഏത് തരത്തിലും ആവാം ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അങ്ങനെ ചെയ്താ ഈ ഒറ്റ കച്ചവടത്തില് പ്രതീക്ഷിക്കാത്ത ലാഭം കൊയ്യാം. എന്തായാലും നീ ശ്രമിച്ചു നോക്ക്. ഒരാഴ്ചത്തെ സമയം എന്തായാലും ഉണ്ട് നമുക്ക്. നമുക്കിതൊന്ന് പുറത്തു പോയാലോ സിദ്ധു? എന്തിനെന്നോ? ചുമ്മാ ഒരു ഔട്ടിങ്. ഭർത്താവിന്റെ കൈയും പിടിച്ച് കലപില പറഞ്ഞു നടക്കാൻ ഒരു കൊതി. കൊണ്ടുപോവോ? ബീച്ചിലോ പാർക്കിലോ എവിടെയായാലും മതി. കൊണ്ടുപോകാൻ മനസ്സാ. ഒരു 2 ദിവസം കഴിഞ്ഞോട്ടെ. വർക്ക്ഷോപ്പില് അർജന്റായിട്ട് പണി തീർത്തു കൊടുക്കാൻ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അതിനവിടെ പണിക്കാരില്ലേ? അത് പോരാ. എന്റെ മേൽനോട്ടം ഇല്ലെങ്കിൽ ഈ ഉടമസ്ഥർക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ട് ഇയാള് പിണങ്ങണ്ട. 2 ദിവസം കഴിയട്ടെ. എവിടെ വേണേലും കൊണ്ടുപോയിക്കോളാം.
എനിക്കറിയില്ല. എന്തും ചെയ്യാം, നിനക്ക് വേണ്ടി എന്തും ചെയ്യാം. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം? മീന, രക്ഷപ്പെടണ്ടേ നിനക്ക് അവിടുന്ന്? പറ, രക്ഷപ്പെടുത്തട്ടെ? വേണ്ട, എന്റെ ജീവിതം ഇനി ഇവിടെ തന്നെ. അങ്ങനെ നിരാശപ്പെടണ്ട. ഞാൻ പറഞ്ഞില്ലേ, സേഫ് ആയിട്ട് നിന്നെ ഞാൻ താമസിപ്പിക്കാം. നീ അവിടെ നിന്ന് ഇറങ്ങി വന്നാ മതി. അതൊക്കെ റിസ്കാ. ഇനി ഒന്നിനും ഞാനില്ല. ഇതാ ഈശ്വരന്റെ വിധി. അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടോളാം. നീ ഒന്നുകൂടെ ആലോചിക്കേ. ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. വേണ്ട, ഞാൻ കാരണം ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആരും സങ്കടപ്പെടരുത്. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. സിദ്ധു കാരണം ആർക്കാ ബുദ്ധിമുട്ടാവുന്നേ? അത് ഞാൻ ഈ വർക്ക്ഷോപ്പിലെ ഞാൻ തന്നെ ചെല്ലണമെന്ന് നിർബന്ധം. എപ്പൊ നോക്കിയാലും ഈ ജോലിക്കാര്യങ്ങളാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. എന്നിട്ടും ജോലി തിരക്ക് തീർന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ച് കെട്ടിയിടും. ഇതൊക്കെ നശിപ്പിച്ചില്ലേ? ഇതൊക്കെ ഇനി എന്തിനും കൊള്ളാം. പിന്നെ ഞാൻ എടുക്കൂടി. നീ വേല എടുക്കുവാണ്. അയ്യോ, എന്നെ തല്ലല്ലേ. ഞാനിനി എടുക്കില്ല. കൊല്ലും ഞാൻ. അയ്യോ, തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ. ഇത് കണ്ടില്ലേ, ഒക്കെ വാരിത്തേച്ച് വെച്ചിരിക്കുന്നേ. എല്ലാം നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചെങ്കിൽ അത് എന്നോട് പറയണം. അല്ലാതെ എന്റെ മോളെ ശിക്ഷിക്കാനൊന്നും നിനക്ക് അധികാരമില്ല. ഒരു മേക്കപ്പ് കിറ്റ് അല്ലേ, ഞാൻ വാങ്ങി തന്നോളാം. പിന്നെ നീ വാങ്ങി തരും. എന്റെ സ്കിൻ ടോണിന് ചേരുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവിടെ കിട്ടാത്ത കോസ്മെറ്റിക്സാ. വൃത്തി കിട്ടും. നീ എന്നെ തള്ളി വീഴിച്ചല്ലേ? ശരിയാക്കാം. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മോളെ എന്തെങ്കിലും ചെയ്താ അത് മാത്രം സമ്മതിക്കില്ല ഞാൻ. വാ. കണ്ടോ, എന്റെ മോളെ ഇനി തല്ലാൻ ഒരു സ്ഥലം ബാക്കിയില്ല. എന്നെ ഒരുപാട് തല്ലി അച്ഛമ്മേ. ആര്? അവള് അല്ലാതെ ആരാ? ഇവിടെ ഇവിടെയൊക്കെ നിറച്ച തല്ലി. കരച്ചിൽ കേട്ട് ഞാൻ ഓടി ചെല്ലുമായിരുന്നു. എന്തിനാ ഈ അക്രമം കാണിച്ചത്? എന്തോ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മോളെടുത്ത് മുഖത്തിട്ടു. അതിനാ. കുഞ്ഞിനെന്തറിയാം? അത് വഴക്ക് പറഞ്ഞ അവള് വാങ്ങിച്ചു വെച്ചാ പോരെ. ഇനി എടുക്കില്ലെന്ന് കരങ്ങി പറഞ്ഞതാ അച്ഛമ്മേ. എന്നിട്ടും തല്ലി. രണ്ടെണ്ണത്തിന് കൊല്ലണം. ശവങ്ങളും. ആരാടി നിന്റെ ശവങ്ങള്? അംബികയും കുഞ്ഞിനെയും കുറിച്ചാണോ നീ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പറയുകയും ചെയ്യരുത്, പ്രവർത്തിക്കുകയും ചെയ്യരുത്. മോളത്തെല്ലാം നീ ആരാടി? എന്റെ കോസ്മെറ്റിക്സ് ഒക്കെ നശിപ്പിച്ചത് കണ്ടില്ലേ? എന്തോന്ന് കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് വേസ്റ്റ് ബോക്സിലിടും. ആന്റിക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എപ്പോ നോക്കിയാലും എന്നെ കുറ്റപ്പെടുത്തും. എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യുന്നുണ്ടോ നീ? കൊച്ചുകുട്ടി എന്തെങ്കിലും കുസൃതി കാണിച്ചാ ഉടനെ അച്ചാലും മുച്ചാലും അങ്ങ് തല്ലുകാണോ? ഈർക്കിലെടുത്ത് തല്ലു കൊടുത്താൽ മനസ്സിലാക്കാം. അല്ലോ നിന്റെ പോള കൈവച്ച് ദേഹം മുഴുവൻ തല്ലുകാണോ വേണ്ടത്? എനിക്ക് ദേഷ്യം വന്നാ ഞാൻ തല്ലും. ഓ, എന്നാ നീ എന്നെ അങ്ങ് തല്ലടി. തല്ലടി. ഇനി നീ കുഞ്ഞിന്റെ ദേഹത്തെങ്ങാനും തൊട്ട നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. നീ നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നേന്ന്.
എന്തായി, കിട്ടിയോ? കിട്ടി. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഗർഭം അലസിപ്പിക്കുന്ന ഗുളികയൊന്നും ഡോക്ടർ പറയാതെ തരില്ല മെഡിക്കൽ ഷോപ്പുകാര്. പിന്നെ സ്റ്റോറിൽ നിൽക്കുന്ന ഒരു പരിചയക്കാരന് കൈമണി കൊടുത്തായി സംഘടിപ്പിച്ചത്. ഇതിൽ ഒരെണ്ണം കഴിച്ചാലും മതി, വയറുവേദന തുടങ്ങും. പിന്നെ എല്ലാം പെട്ടെന്ന് നടക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരുമോ? ഇല്ലെന്നാ ആച്ചകം പറഞ്ഞത്. കൊണ്ടുവേണ്ടി വന്നാലും സാരമില്ല, ഒന്ന് അലസി കിട്ടിയാ മതി. മുത്തശ്ശൻ ചെന്ന് അവളെ താഴേക്ക് വിളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ പാലിൽ ഇത് പൊടിച്ചു ചേർക്കട്ടെ. സംശയം വല്ലതും തോന്നുന്നു? ഇല്ല, അവൾക്ക് മാത്രമല്ല, നമ്മൾ 3 പേർക്കും പാലെടുക്കും. എല്ലാവരും കഴിക്കുമ്പോൾ സംശയിക്കില്ല. ഗുളിക പിടിച്ചിട്ട് ക്ലാസ് അങ്ങ് മാറിപ്പോല്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. മുത്തശ്ശൻ ചെല്ല്. ഞാൻ പോയിട്ട് വരാം. മോളെന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? താഴേക്ക് വരൂ. ഞാൻ വരാം. നല്ല ക്ഷീണമുണ്ടല്ലോ മോക്ക്. മുഖത്തൊരു വെളർച്ചയുണ്ട്. ക്ഷീണം മനസ്സിനാ മുത്തച്ഛ. ഈ സമയത്ത് അങ്ങനെ മനസ്സോടമിപ്പിക്കാൻ പാടില്ല. അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. ഇപ്പൊ സന്തോഷവതിയായിരിക്കണം. നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ കുറുന്തോട്ടി കഷായം മുതൽ തുടങ്ങും. ഇപ്പൊ അത് വല്ലതുണ്ടോ? എങ്കിലും ആഹാര കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. വാ, ആശ അവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാലെങ്ങനെ കുടിക്കാറില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു ഗ്ലാസ് കുടിച്ചതല്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ എല്ലാവരും ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാ. ആശയ്ക്ക് ഒരു നിർബന്ധ. പാല്, തൈര്, വെണ്ണ ഒക്കെ എല്ലാവരും കഴിക്കും. മോളും അതൊക്കെ ശീലിക്കണം. ഇവിടെ എല്ലാവർക്കും ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്. നോക്കിക്കോ, ഇനി മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഭാഗ്യം വരാൻ പോവുക. എന്റെ അർജുന്റെ കുഞ്ഞാ അത്. എനിക്ക് അവനെ കാണാൻ കൊതിയായി. മോള് വാ, ആശ അന്വേഷിക്കുന്നുണ്ടാവും. വാ. എത്ര സമയം ഈ മോക്ക് പാലെടുത്ത് വെച്ചിരിക്കുന്നു? കുടിക്ക്. രാവിലെ കുടിച്ചല്ലേ? അതൊന്നും സാരമില്ല. ഇടയ്ക്കിടയ്ക്ക് പോഷകാഹാരം കഴിക്കണം. ഈ ഫയലൊന്ന് മുറിയിലേക്ക് വെച്ച് ഓഡിറ്റർ കൊടുക്കാനുള്ള കണക്കാ. കുടിച്ചോ? കുടിച്ചു. എന്നാ തയ്യാറായിക്കോ. കുറച്ചു കഴിയുമ്പോ കേക്കാൻ തരച്ചില്. രണ്ട് കൊല്ലം മുമ്പുള്ള കണക്കൊക്കെ എവിടെ ചെന്ന് തപ്പിയെടുക്കാനാ? എന്താടാ ഈ തെരയുന്നേ? 2 വർഷം മുമ്പുള്ള ടാക്സിന്റെ കണക്ക് കാണിക്കാൻ. ഇതൊക്കെ എങ്ങനെ കാണിക്കാനാ? ടാക്സ് കൊടുക്കാൻ മാത്രം നിനക്കെന്താ വരുമാനം? എന്റെ വരുമാനം അല്ലല്ലോ, പലരുടെ ബിനാമിയല്ലേ ഞാൻ. അക്കൗണ്ട് വഴി വരുന്നതിനൊക്കെ ഞാൻ സമാധാനം പറയണ്ടേ? ഈ കള്ളപ്പണിയൊക്കെ നിർത്തി സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ നിനക്ക്?
ഗുണ്ടായത്തുനിന്ന് കിട്ടുന്ന കാശൊന്നും വേറെ പണിയെടുത്ത കിട്ടില്ല ചേച്ചി. ഇതൊരു തൊഴിലാ. അയ്യോ 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 ഞാൻ വയറപ്പം പൊട്ടുവേ. ഞാനിപ്പോ ചാവുവേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ 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 എന്ത് പറ്റി? അയ്യോ ഞാനൊന്ന് വണ്ടി എടുത്തിട്ട് വരാം. മാറിപ്പോയോ മുത്തശ്ശ? അയ്യോ അയ്യോ എന്ത് പറ്റി? എന്താന്നറിയില്ല, ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നു. എന്ത് പറ്റി? പാല് കുടിച്ചായിരുന്നോ? ഇല്ല, അപ്പോഴേക്കും അർജുനന്റെ ഫയൽ പോയിട്ട് വന്നു. എല്ലാം കൂടി എടുത്ത് കുടിച്ചു കാണും. എനിക്കൊന്നും പറ്റിയില്ല. പറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. അമ്മയെ വിളിച്ച് YWCAയിൽ ഒരു റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഡേവിഡ് അങ്കിൾ അവിടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. വിളിച്ചു പറഞ്ഞാൽ റൂം എടുത്തു തരും. അതിന് മാത്രം എന്താ ഉണ്ടായേ? പറയാനൊന്നുമില്ല. ഇന്നൊരു ദിവസം കൂടി എന്നെ സഹിച്ചാ മതി. ഞാൻ പൊയ്ക്കോളാം. അല്ല ഇത് എന്താ കാര്യം പറ. ഇത് നിക്ക്. എന്താ പറ്റിയെന്ന് പറ. പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് ചോദിക്കാനും പറയാനും ആളുള്ളത് എന്റെ വീട്ടിലല്ലേ? ഞാനിവിടെ ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെന്ന് എന്നോട് പറ. വന്ന് കേറിയപ്പോ മുതൽ എന്നോട് ദേഷ്യപ്പെടുന്നത് ആന്റി. എനിക്കറിയാം, എല്ലാം അംബിക സ്ക്രൂ ചെയ്ത് വിടുന്നതാ. ഇന്ന് എന്താ ഉണ്ടായെന്ന് പറ. വേണു വിദേശത്തുനിന്ന് വരുത്തിച്ച മേക്കപ്പ് സാധനങ്ങളാ. അതാണെങ്കി ഇവിടെ കിട്ടാനുമില്ല. എല്ലാം എടുത്ത് നശിപ്പിച്ചു ആ അംബികയുടെ മോള്. അപ്പൊ എന്താ മോളെ ഈ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അപ്പൊ ആ പെങ്കൊച്ചെന്നെ പോടേന്ന്. പ്രായമായവരെ എങ്ങനെ വിളിക്കാവോ എന്ന് ചോദിച്ച് ഞാൻ ചെറിയ ഒരു അടി കൊടുത്തു. അതിന് അംബികയും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞ ചീത്തയ്ക്ക് കണക്കില്ല. അവസാനം അംബിക എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒറ്റ തള്ളു. ഞാൻ നടുവ് തല്ലി വീണുപോയി. എന്തിനാ വേണു എല്ലാരും കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് ആന്റി പറഞ്ഞിരിക്കുന്നത്. നീ കരയണ്ട. നിന്നെ ഇവിടെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേഹമൊക്കെ വേന അമ്മേ. സാരമില്ല, അതൊക്കെ മാറിക്കോളും. അംബിക, നീ ഗീതുവിനെ ചീത്ത പറയും അല്ലടി? തള്ളി വീഴിക്കും അല്ലടി? തല്ലല്ലേ എന്റെ അമ്മ, തല്ലല്ലേ. മാറി. എന്താണ് ഇത്? എല്ലാരും കൂടെ ഗീതുവിനെ ഒറ്റപ്പെടുത്തിയല്ലേ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് കേറും. കേറിയ പിന്നെ കൊലപാതകം നടക്കൂടെ? ഒന്ന് പോടാ ചെറുക്ക. ഈ പാവം പിടിച്ച പെണ്ണിനെ പേടിപ്പിക്കുന്ന പോലെ എന്നെ വരട്ടല്ലേ. തല്ലും കൊല്ലും ഒക്കെ ചെറുപ്പത്തിലെ കണ്ട് വളർന്നവളാ ഞാൻ. ഇന്നലെ വന്ന ഒരുമ്പട്ടോസ് കൊണ്ട് വർത്താനം പറയാൻ നിന്നാലേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേ. ഒരു സംരക്ഷകൻ തല്ലും കൊണ്ടിങ്ങനെ നിൽക്കാതെ നീ പെണ്ണെ. ഒരെണ്ണം തിരിച്ചു കൊടുത്താലേ അതോടെ തീരും ഇവന്റെ അഹങ്കാരം. നാണമില്ലല്ലോടാ. സ്വന്തം കുഞ്ഞിനെ പട്ടിയെ പോലിട്ട് തല്ലുകായിരുന്നു അവള്. അറിഞ്ഞ
നീ? എനിക്കത് അറിയണ്ട. അയ്യോ, അറിയാത്ത പിള്ളയെ താമസിയാതെ ചൊറിഞ്ഞു തുടങ്ങും. അപ്പ അറിഞ്ഞോളൂ നിന്റെ നാശത്തിന് വന്നതാ അവള്. കണ്ടോ?